അമേരിക്ക ഇസ്രയേൽ സംയുക്ത സൈനിക നടപടിക്ക് സമീപ രാഷ്ട്രങ്ങളിലേക്കും ഇറാനിൽ പലായനം തുടരുകയാണ്. അതേസമയം അയത്തുള്ള അലി ഖമേനിയുടെ മകൻ മൊജ്തബ ഇറാന്റെ അടുത്ത പരമോന്നത നേതാവാകും എന്ന വിവരം വരുന്നുണ്ട്. മൊജ്തബയെ ഖമേനിയുടെ പിൻഗാമിയായി പുരോഹിത സമിതി തെരഞ്ഞെടുത്തുവെന്നാണ് സൂചന. അതേസമയം ദുബായ് US കോൺസുലേറ്റിന് സമീപം ഡ്രോൺ ആക്രമണമുണ്ടായി. ഈ ആക്രമണത്തിൽ ചെറിയ തീപിടുത്തമുണ്ടായതായി സൂചനയുണ്ട്. പ്രജിത്തുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ആ വിവരങ്ങൾ നൽകാൻ. പ്രജിത്ത്, രണ്ട് വിഷയങ്ങളാണ്. ഒന്ന്, ആദ്യം സൂചിപ്പിച്ച ഇറാന്റെ അടുത്ത പരമോന്നത നേതാവ് ആരാണ് എന്നത് സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പം. കാരണം ഈ സംഘർഷത്തിൽ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടിട്ട് ഏതാണ്ട് 5 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ 5 ദിവസമായിട്ടും ഇനി ആരാണ് ഇറാനെ നയിക്കുക എന്നത് സംബന്ധിച്ച ആശയക്കുഴപ്പം ഒരു ഭാഗത്ത്, മറുഭാഗത്താകട്ടെ ഇസ്രയേലും US അവിടെ ഈ പരമോന്നത നേതാവ് എന്ന സങ്കല്പങ്ങൾക്കപ്പുറത്തേക്ക് ഒരു ജനാധിപത്യ സ്വഭാവത്തിലേക്ക് ആ രാഷ്ട്രത്തെ നയിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇപ്പോൾ ഇറാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അവിടുത്തെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം എന്താണ്? നിലവിൽ ഒന്ന്, ഇറാൻ ഇപ്പോൾ ഒരു ഭരണ സംവിധാനം വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് നുറുങ്ങുകളായിരിക്കുന്ന അവസ്ഥയാണുള്ളത്. അവരുടെ സൈനിക സംവിധാനം, അതിൻ്റെ സൈനിക ചെയിൻ ഓഫ് കമാൻഡ് പൂർണ്ണമായും തകർന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ സിവിലിയൻ ഭരണ സംവിധാനവും ഏതാണ്ട് തകർന്നില്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ അയത്തുള്ള അലി ഖമേനിക്ക് പകരമായി മകനായ മുസ്തഫ ഖമേനിയെ അധികാരത്തിലേക്ക് എത്തിക്കാനുള്ളൊരു നീക്കം അവിടെ നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ പ്രധാന പങ്ക് വഹിക്കുന്നത് നിലവിൽ IRGC ആണ്, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോപ്സ് ആണ്. പ്രധാനമായും അയത്തുള്ള അലി ഖമേനിയുടെ മകനെ തന്നെ പരമോന്നത നേതാവാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി നടക്കുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ട 88 അംഗ സംഘ പുരോഹിത സഭയുടെ മുകളിൽ വലിയ സമ്മർദ്ദം ഇതിനുവേണ്ടി IRGC ചെലുത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായി മുസ്തഫ ഖമേനിയെ തന്നെ ഈ രീതിയിൽ ഇറാൻ്റെ പുതിയ പരമോന്നത നേതാവായി ഈ സമിതി തീരുമാനമെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അവസാനമായി വന്ന റിപ്പോർട്ട്. അത് ഇസ്ലാമിക് നിലവിലത്തെ ഇറാൻ്റെ ഷിയൈറ്റ് ഭരണ സംവിധാനത്തെ നിലനിർത്താനുള്ള ആ ഭരണകൂടത്തിൻ്റെ ശ്രമം, അതിൻ്റെ തുടർച്ച നിലനിർത്താനുള്ള ആ ഭരണകൂടത്തിൻ്റെ ശ്രമമാണ്. ഇതുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും പല പ്രതിഷേധങ്ങൾക്കുമുള്ള സാധ്യതയുണ്ട്. കാരണം ഒരു മകന് പിന്തുടർച്ചാവകാശം നൽകുന്നത് ഇതുവരെ ഇറാനിൽ നിന്ന് പ്രതീക്ഷിക്കാത്തൊരു കാര്യമായതുകൊണ്ട് തന്നെ അതിനെ അനുകൂലിക്കാത്ത ഒരുപാട് ഇസ്ലാമിക് ക്ലർജി വിഭാഗത്തിൽപ്പെടുന്ന, ഷിയൈറ്റ് ക്ലർജി വിഭാഗത്തിൽപ്പെടുന്ന ഒരുപാട് പണ്ഡിതന്മാരും അവിടെ ഉണ്ടായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അതിനൊരു ആഭ്യന്തര തർക്കമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു കോംപ്രമൈസ് കാൻഡിഡേറ്റായി ഒരു പക്ഷേ IRGCയുടെ കൂടി പിന്തുണയുള്ളത് കൊണ്ട് അയത്തുള്ള അലി ഖമേനിയുടെ മകനെ ആ പദവിയിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതകൾ അവിടെ നിൽക്കുന്നു. പക്ഷേ മറുവശത്താകട്ടെ US വലിയ തന്ത്രങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അമേരിക്ക ആഗ്രഹിക്കുന്നത് ഇറാനിൽ എന്തായാലും ഇനിയൊരു ഷിയൈറ്റ് ഭരണ സംവിധാനം വേണ്ട എന്നുള്ളതാണ് അമേരിക്കയുടെ നിലപാട്. അതിനുവേണ്ടി എല്ലാ തലത്തിലുമുള്ള ഇടപെടലുകൾ നടത്താൻ അമേരിക്ക നീക്കങ്ങൾ നടത്തുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കുർദുകളുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സംസാരിച്ചിരുന്നു. ആ സംസാരത്തിൻ്റെ ഒടുവിൽ ഇനി ഒരു സൈനിക നീക്കത്തിലൂടെ വേണമെങ്കിൽ ഇറാനിലെ കുർദുകൾക്ക് ഒരു വിപ്ലവം നടത്താനുള്ള ഒരു സാഹചര്യം, അല്ലെങ്കിൽ തങ്ങളുടേതായ കുറേ പ്രവിശ്യകൾ പിടിച്ചെടുക്കാനുള്ളൊരു വിഷയം, അങ്ങനെ ഒരു ആഭ്യന്തര കലഹത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാനുള്ള ശ്രമം അമേരിക്ക നടത്തുന്നുണ്ട്. അതിന് പിന്തുണയുമായി ഇപ്പോൾ CIA ഈ കുർദുകൾക്കിടയിൽ സായുധ പരിശീലനമടക്കം ആരംഭിച്ചിട്ടുള്ളതായിട്ടുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ ഇസ്ലാമിക ഭരണ സംവിധാനം, ഷിയൈറ്റ് ഭരണ സംവിധാനം എങ്ങനെയെങ്കിലും നിലനിർത്താൻ നിലവിലത്തെ ഈ റെജീമിൻ്റെ പിന്തുണച്ചക്കാരായിട്ടുള്ള, അല്ലെങ്കിൽ ആ റെജീമിനെ സപ്പോർട്ട് ചെയ്ത വിഭാഗം തീരുമാനങ്ങൾ എടുത്ത് നടപ്പിലാക്കി തുടങ്ങുമ്പോൾ, മറുവശത്താകട്ടെ അമേരിക്ക ശ്രമിക്കുന്നത് ഇറാനെ പൂർണ്ണമായും അസ്ഥിരപ്പെടുത്താനുള്ളൊരു സാഹചര്യം. അതായത് വർഷങ്ങളായി അമേരിക്ക പലയിടങ്ങളിലും പരിശീലിച്ച് പലയിടങ്ങളിലും പ്രാവർത്തികമാക്കിയിട്ടുള്ളതുപോലെ ഇറാനിലെ നിലവിലത്തെ ഭരണ സംവിധാനത്തെ മുഴുവൻ അട്ടിമറിക്കാൻ ശേഷിയുള്ള ഒരു പാരാമിലിറ്ററി സംവിധാനത്തെ അവിടെ വളർത്തിയെടുക്കുക, കുർദുകളുടെ അവരുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം പോലെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സായുധ സമരങ്ങളും ഒക്കെ നടത്താനുള്ള സഹായങ്ങളെല്ലാം നൽകുക എന്നുള്ളതാണ്. അങ്ങനെ ഇറാനെ കൂടുതലായി അസ്ഥിരപ്പെടുത്തുക എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് അമേരിക്ക കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയാണ്. അപ്പോഴും അവിടെ വലിയ രീതിയിലുള്ള യുദ്ധം ഇപ്പോഴും നടക്കുകയാണ്. നമുക്ക് ഏറ്റവും പുതിയതായി ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് അമേരിക്ക വീണ്ടും ടോമഹോക്ക് മിസൈലുകൾ ഉപയോഗിച്ച് ഇറാനിലേക്ക് ഫയറിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു സൈഡിൽ യുദ്ധം നടക്കുന്നു, മറു സൈഡിൽ ആ യുദ്ധത്തിനപ്പുറം ആര് ഭരിക്കുമെന്നുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ പോകാൻ പോകുന്നു. അതിനുമപ്പുറത്തേക്ക് അമേരിക്ക ഇനി ഒരിക്കലും അവിടെ ഒരു ഷിയൈറ്റ് ഭരണകൂടം ഉണ്ടാകാതിരിക്കാൻ, ആ രാജ്യം ഇനി ഒരിക്കലും ഒരു സാധാരണഗതിയിലേക്ക് പോകാതിരിക്കാനുള്ള ശ്രമങ്ങളും നടത്തുന്നു. ഈ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോഴും അവിടെ ഉണ്ടാകുന്ന വലിയ ആക്രമണ സംഭവങ്ങൾക്ക് മനമെടുത്ത്, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഈ നിലവിലത്തെ സാഹചര്യങ്ങളിൽ വലിയ ജീവിക്കാൻ കഴിയില്ല എന്നുള്ള അവസ്ഥ മനസ്സിലാക്കി അവിടെ നിന്നും പലായനം ചെയ്യുന്ന ഇറാനികളുടെ എണ്ണം ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളത് കൂടുതൽ ആളുകളും ഈ അഫ്ഗാനിസ്ഥാനിലേക്കും തുർക്കിയിലേക്കുമൊക്കെയുള്ള മാറ്റത്തിന് വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പലയിടങ്ങളിലേക്കായി അവർ
മൈഗ്രേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. പലരും രാജ്യത്തിൻ്റെ പല അതിർത്തികളിലൂടെ പുറത്തു കിടക്കുന്നതായിട്ടുള്ള ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിൽ ചിലരെങ്കിലും ഇനി എത്ര യുദ്ധമുണ്ടായാലും ഇവിടുത്തെ ഇസ്ലാമിക ഭരണ സംവിധാനം മാറില്ല, തങ്ങൾക്ക് നിലവിലത്തെ റെജീമുമായി ഒരിക്കലും സഹകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളും രേഖപ്പെടുത്തി ആ രാജ്യത്തിന് പുറത്തേക്ക് പോകുന്നവരുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒരു ശൈഥില്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു തകർച്ചയുടെ തുടക്കം കൂടിയായി ഇതിനെയൊക്കെ വിലയിരുത്താൻ കഴിയുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു ഭാഗത്ത് US അതിശക്തമായ പ്രത്യാക്രമണം നടത്തുന്നുണ്ട്. ഈ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് പോലും US-ന്റെ ആക്രമണം നടക്കുന്നതായ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇസ്രായേൽ സൈന്യവും അതിശക്തമായ തിരിച്ചടി നൽകുന്നു. പക്ഷേ ഇത്തരം തിരിച്ചടി ഒരു ഭാഗത്ത് നേരിടുമ്പോഴും ഇറാൻ അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഈ വിഷയം സോൾവ് ആക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഇപ്പോൾ ദുബൈയിൽ US കോൺസുലേറ്റിന് നേരെ വീണ്ടും ഡ്രോൺ ആക്രമണം ഇറാൻ നടത്തി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൂടുതൽ സങ്കീർണമാകാനുള്ള സാഹചര്യങ്ങൾ സാഹചര്യം ഇപ്പോൾ തന്നെ സങ്കീർണമാണ്. വരും ദിവസങ്ങളിൽ അത് കൂടുതൽ സങ്കീർണമാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒന്ന്, ഇറാൻ ഏതെങ്കിലും രീതിയിൽ യുദ്ധത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്ന സാഹചര്യം കാണുന്നില്ല. അവർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് അമേരിക്കയുമായി ഒരു ചർച്ചയ്ക്കും താങ്കൾ തയ്യാറല്ല എന്നുള്ളതാണ്. പക്ഷേ അതേസമയം ഇറാൻ ഈ GCC രാജ്യങ്ങളിൽ നടത്തുന്ന ആക്രമണം അത് ആത്മഹത്യാപരമാണ് എന്നുകൂടി വിലയിരുത്തേണ്ടി വരും. പ്രത്യേകിച്ച് ഇറാനുമായി സൗഹൃദ അന്തരീക്ഷത്തിൽ തുടങ്ങിയിരുന്ന രാജ്യങ്ങളെ ഈവൻ ഒമാനിലെ ലക്ഷ്യങ്ങൾ പോലും ആക്രമിക്കുന്നതിലേക്ക് ഇറാൻ പോയി എന്നുള്ളത് പറയുമ്പോഴാണ് അത്രയധികം എതിർപ്പും പ്രതിഷേധവും ഈ GCC രാജ്യങ്ങളിൽ ഇപ്പോൾ ഇറാനെതിരെ ഉയരുന്നുണ്ട്. പല GCC രാജ്യങ്ങളിലെയും ഭരണാധികാരികൾക്ക് ഇറാന് തക്കതായ മറുപടി നൽകണമെന്നുള്ള അഭിപ്രായവും ആ അഭിപ്രായ സ്വരൂപീകരണവും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇറാൻ്റെ പ്രകോപനം ഈ നിലയ്ക്ക് തുടരുകയാണെങ്കിൽ, കാരണം ഇന്ന് കുവൈറ്റിൽ നിന്ന് പുറത്തു വന്നൊരു വാർത്തയനുസരിച്ച് ഇറാൻ്റെ ഒരു മിസൈൽ വെടിവെച്ചിട്ട സമയത്ത് അതിൽ നിന്നുള്ള ഷാർപ്പനുകൾ പതിച്ച ഒരു പെൺകുട്ടിക്ക് ജീവൻ നഷ്ടമായി എന്നുള്ളതാണ്. അതുപോലെ നിരവധി സ്ഥലങ്ങളിൽ സൗദിയിൽ തുടർച്ചയായ ആക്രമണങ്ങൾ നടക്കുന്നു, കുവൈറ്റിലും ബഹ്റിനിലുമൊക്കെ തുടർച്ചയായ ആക്രമണങ്ങൾ നടക്കുന്നു, ഒമാൻ തീരത്തെ കപ്പലുകൾ വെടിവെച്ചിടുന്നു. അങ്ങനെ പലതരം നീക്കങ്ങൾ ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതോടുകൂടി ഒരു തിരിച്ചടിക്ക് GCC രാജ്യങ്ങൾ തയ്യാറെടുക്കുന്നു എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും ആ രാജ്യങ്ങൾ കൂടി തിരിച്ചടിയിലേക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യം എന്നാൽ ഇറാൻ അത് താങ്ങാൻ കഴിയുന്നതല്ല. പക്ഷേ ഇപ്പോൾ ഈ ആഗോളതലത്തിൽ ഇറാൻ്റെ നീക്കങ്ങളെ നിരീക്ഷിക്കുന്ന പല വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത് ഇറാൻ ശ്രമിക്കുന്നത് ഈ GCC രാജ്യങ്ങളിൽ നിന്ന് ഒരിക്കലും ഒരു ഇസ്ലാമിക രാജ്യമായതുകൊണ്ട് തന്നെ ഇറാനെതിരെ അങ്ങനെ കാര്യമായ ഒരു ആക്രമണത്തിന് GCC രാജ്യങ്ങൾ ഉടനെ മുതിരില്ല എന്നുള്ളതാണ് ഇറാൻ്റെ ചിന്ത. അതുകൊണ്ട് തന്നെ ഇറാനിലേക്ക് നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ ഇസ്രായേലിനോടും അമേരിക്കയോടും GCC രാജ്യങ്ങൾ സമ്മർദ്ദം ചെലുത്തും എന്നുള്ളൊരു പ്രതീക്ഷ ഇറാനുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് GCC രാജ്യങ്ങളിലേക്കുള്ള ഈ ആക്രമണം എന്നുള്ള വിലയിരുത്തലുകളും പുറത്തു വരുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഇനി കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇറാനിൽ ഈ നിലവിൽ സമ്മർദ്ദം ചെലുത്താൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളായ റഷ്യയും ചൈനയും ഒക്കെ ഇറാനൊപ്പം ചേർന്ന് നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. പക്ഷേ അപ്പോഴും ആരെങ്കിലും ഇറാനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം എന്നുള്ളൊരു വിഷയം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിന് ഈ രാജ്യങ്ങൾ തയ്യാറാകാത്ത സാഹചര്യവുമാണ്. എന്തായാലും ഇറാൻ സ്വന്തം കുഴി തോണ്ടുന്നത് പോലെയാണ് തൊട്ടടുത്തുള്ള അയൽ രാജ്യങ്ങളെ ആക്രമിക്കുന്നതെന്നും ഈ ഘട്ടത്തിൽ പറയാതെ വയ്യ. ഓക്കെ.